ഗുഡ് മോർണിംഗ്. നമ്മൾ പിന്നെയും ചെറുതായി പാലപ്പം എന്നുള്ള പാഠത്തിലെ 2ാം ഭാഗമാണ് കേട്ടോ നമ്മളിന്ന് എടുക്കുന്നത്. നമ്മൾ ആരായിരുന്നു? നമ്മൾ ആ കഥയിലെ ഷൈനിയാണല്ലേ. ഷൈനി വീൽ ചെയറിലിരിക്കുന്നൊരു കുട്ടിയാണ്. എന്നിട്ടോ അവളെ കയ്യിൽ പാലപ്പമുണ്ട്. അവൾ പാലപ്പവുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത് വരെയാണ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കണ്ടതല്ലേ. അപ്പോൾ ഷൈനി എന്താ ചെയ്യുക? ഷൈനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. കൂട്ടുകാരുടെ അടുത്തേക്ക് മുറ്റത്തിറങ്ങി. അപ്പോൾ ആദ്യം ആരെയാണ് കണ്ടത്? ഉറുമ്പിനെയാണല്ലേ. ഉറുമ്പ് ഷൈനിയോട് എന്താ ചോദിച്ചേ? പാലപ്പ അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അങ്ങനെ ഉറുമ്പ് എന്ത് ചെയ്തു? ഷൈനിയോട് പാലപ്പം ചോദിച്ചു. അപ്പോൾ ഷൈനി എന്ത് പറഞ്ഞു? തരില്ല എന്നല്ലേ. ഷൈനി പറഞ്ഞു ഇല്ല, ഒട്ടും തരില്ല. ഷൈനി പാലപ്പം തരില്ലെന്ന് പറഞ്ഞപ്പോൾ ഉറുമ്പിന് വിഷമമായി. ഉറുമ്പിൻ്റെ വിഷമം കണ്ടപ്പോൾ ഷൈനി പതിയെ പറഞ്ഞ്, എന്താണെന്നറിയോ? ഒരു ചെറിയ കഷണം തരാം. എന്താ പറഞ്ഞത്? ഒരു ചെറിയ കഷ്ണം തരാം. എങ്ങനെ അത് എഴുതും? ഒന്ന് എഴുതി നോക്കിക്കേ. ഇതുപോലെ ആർക്കൊക്കെ എഴുതാൻ പറ്റി? നല്ല മക്കളാണ്, പറ്റുമെന്നറിയാം. അപ്പം എന്താ പറഞ്ഞേ? ഒരു ചെറിയ കഷ്ണം തരാമെന്ന്. അപ്പോൾ ഉറുമ്പിന് എന്തായി? ആദ്യം തരില്ല എന്ന് പറഞ്ഞാണ്, പിന്നെ ചെറിയ കഷ്ണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉറുമ്പിന് എന്ത് തോന്നിക്കാണും? പാലപ്പം കിട്ടിയപ്പോൾ ഉറുമ്പിന് എന്ത് തോന്നിക്കാണും? ചെറിയൊരു കഷ്ണം. സന്തോഷമാവൂല്ലേ. ഉറുമ്പിന് സന്തോഷമായി. അപ്പോൾ ഉറുമ്പിന് സന്തോഷമായി എന്നെങ്ങനെ എഴുതും? ഒന്ന് തനിയെ എഴുതി നോക്കൂ. ഉറുമ്പിന് സന്തോഷമായി. ഇങ്ങനെയാണോ എഴുതിയത്? ആണല്ലേ. അപ്പോൾ എന്താ വായിക്കുക? ഉറുമ്പിന് സന്തോഷമായി. അങ്ങനെ ഷൈനി എന്ത് ചെയ്തു എന്നറിയോ? ഷൈനി സൈക്കിൾ മുന്നോട്ട് ഉരുട്ടി. ഉറുമ്പ് പറഞ്ഞു, ഷൈനി ഞാനും വരുന്നു. ഷൈനി സൈക്കിൾ ഉരുട്ടിപ്പോയപ്പോൾ ഉറുമ്പ് എന്ത് പറഞ്ഞു? ഞാനും വരുന്നൂന്ന്. ഇലത്തുമ്പിൽ നിന്ന് ഒറ്റച്ചാട്ടം സൈക്കിളിലേക്ക്. അങ്ങനെ ഉറുമ്പും ഷൈനിയും കൂടെ സൈക്കിളിൽ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഷൈനിയും ഉറുമ്പും കൂടി സൈക്കിൾ ഉരുട്ടി വരികയായിരുന്നു. അപ്പോൾ ഇവിടുന്നുമൊക്കെ ഓരോ ശബ്ദം ഉണ്ടാക്കി ഓരോരുത്തർ വന്നു. ആരൊക്കെയാണെന്നറിയോ വന്നത്? ഷൈനിയുടെ കയ്യിൽ പാലപ്പം ഉണ്ടല്ലേ. ഒരു ചെറിയ പൊട്ട് ആർക്ക് കൊടുത്തു? ഉറുമ്പിന് കൊടുത്തു. പിന്നെ അവർ പോവുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു. ആരൊക്കെയെന്നറിയോ? കാക്ക വന്നു. പിന്നെ ആരൊക്കെയാവും വന്നിട്ടുണ്ടാവുക? പിന്നെ ആരൊക്കെയോ വന്നു അല്ലേ. അപ്പം ആരാന്നൊക്കെ ആദ്യം എന്ത് ചെയ്തു? കാക്ക വന്നു. കാക്ക നോക്കിയപ്പോൾ ഷൈനിയുടെ കയ്യിലൊരു പാലപ്പം. കാക്കക്ക് കൊതിയായി. കാക്ക ഉറക്കെ പാടി. ഷൈനിയുടെ കയ്യിലെ പാലപ്പം കണ്ടപ്പോൾ കാക്ക ഉറക്കെ പാടി. എന്താ പാടിയതെന്നറിയോ? എന്തായിരിക്കും? കാക്ക കൊതിയോടെ ഷൈനിയെ നോക്കി പാടി. എന്തായിരുന്നു എന്നറിയോ? ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. പിന്നെ നമുക്ക് പാടി നോക്കാം. അപ്പം തായോ ക്രാ ക്ര. ഇനിയോ? രണ്ടാമത്തെ വരി എന്താ?
അപ്പം തായോ ക്ര ക്ര. വിശന്നിട്ടാണ് ക്ര ക്ര. അപ്പം എങ്ങനെയാണ്? അപ്പം തായോ ക്ര ക്ര, അപ്പം തായോ ക്ര ക്ര, വിശന്നിട്ടാണ് ക്ര ക്ര. ഇനി ഇതൊന്ന് തനിയെ വായിച്ചു നോക്കൂ. 2 പ്രാവശ്യം വായിക്കണം തനിയെ. ഇതിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവസാനം ഒരു അക്ഷരം വീണ്ടും വീണ്ടും വരുന്നു. അതെന്താ വായിക്കുക? ക്രാ. എന്തായിരുന്നു? ക്രാ അല്ലേ? ഇതിൽ ക്രാ ക്രാ എന്ന് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ആദ്യത്തെ വരിയിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം അല്ലേ? പിറ്റത്തെ വരിയിലോ? 2 പ്രാവശ്യം. അവസാനവും 2. അപ്പോൾ ആകെ എത്ര പ്രാവശ്യം വന്നു ക്രാ എന്നുള്ള അക്ഷരം? 6 പ്രാവശ്യം വന്നു അല്ലേ? അപ്പോൾ അപ്പം എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം അല്ലേ? തായോന്നോ? 2 പ്രാവശ്യം. ഇനി വിശന്നിട്ടാണേന്ന് വരുന്നത് എത്രാമത്തെ വരിയിലാ? 3-ാമത്തെ വരിയിലല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഷൈനിക്ക് എന്ത് തോന്നിക്കാണും? ഷൈനി എന്ത് പറഞ്ഞു കാണും? ഷൈനി തരില്ല എന്ന് പറഞ്ഞു. അപ്പം കാക്ക എന്ത് ചെയ്തു എന്നറിയോ? കാക്ക പാവം കാക്ക കെഞ്ചി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? തരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഷൈനി തരില്ല എന്ന് പറഞ്ഞപ്പോൾ കാക്ക കെഞ്ചി കെഞ്ചി പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അധികം വേണ്ട, ഇത്തിരി മതി, ക്ര ക്ര. അപ്പം എന്താ പറഞ്ഞേ? അധികം വേണ്ട, ഇത്തിരി മതി, ക്ര ക്ര എന്നല്ലേ? അപ്പോൾ ആദ്യം പാലപ്പം ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത്തിരി മതി എന്ന് പറഞ്ഞു. ഇത്തിരി മതി എന്ന് പറഞ്ഞില്ലേ? അധികം വേണ്ടാന്ന്. അപ്പോൾ അധികം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലല്ലേ? അങ്ങനെ കാക്ക കെഞ്ചി പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഉറുമ്പ് ഷൈനിയുടെ കാതിൽ പറഞ്ഞു. എന്താണെന്നോ? കൊടുത്തേക്ക് ഷൈനീന്ന്. അങ്ങനെ ചോദിക്കല്ലേ, ഒരിത്തിരി കൊടുത്തേക്കെന്ന്. ഇത്തിരി മതിയെന്ന് കാക്ക പറഞ്ഞത് കേട്ടപ്പോൾ ഷൈനിക്കും പാവം തോന്നി. ഷൈനി എന്ത് ചെയ്തോ? ഷൈനി ഒരു കഷ്ണം പാലപ്പം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞത്? മധുരമുള്ള ഈ കഷ്ണം തരാന്ന്. അതെങ്ങനെ എഴുതും? തനിയെ എഴുതി നോക്കൂ. മധുരമുള്ള ഈ കഷ്ണം തരാം. എഴുതി നോക്കട്ടാ. മധുരമുള്ള ഈ കഷണം തരാം. നോക്കൂ, ഇതുപോലെയാണോ നിങ്ങൾ എഴുതിയത്? ആണോ? ഒന്ന് വായിച്ചു നോക്കൂ. മധുരമുള്ള ഈ കഷ്ണം തരാം. അപ്പം എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞോ?
കുട്ടികൾ. അങ്ങനെ കാക്കയ്ക്ക് എന്ത് കൊടുത്തു? മധുരമുള്ള ഒരു പാലപ്പത്തിൻ്റെ കഷ്ണം കൊടുത്തു അല്ലേ? പാലപ്പം കിട്ടിയപ്പോൾ കാക്കയ്ക്ക് എന്ത് തോന്നിക്കാണും? കാക്കയ്ക്ക് സന്തോഷമായി കാണും അല്ലേ? അപ്പം അതെങ്ങനെ എഴുതും? കാക്കയ്ക്ക് സന്തോഷമായി എന്ന് ഒന്ന് എഴുതി നോക്കൂ തനിയെ. കാക്കയ്ക്ക് സന്തോഷമായി എങ്ങനെ എഴുതും? കാക്കയ്ക്ക് സന്തോഷമായി. ദാ ഇങ്ങനെയാണ് എഴുതുക. കാക്കയ്ക്ക് സന്തോഷമായി എന്ന്. ശരിയായോ? എവിടെയൊക്കെ തെറ്റി? കാക്കയ്ക്ക് മാത്രമാണോ സന്തോഷം ചെയ്തത്? കാക്കയ്ക്ക് മാത്രമല്ല സന്തോഷമായത്. പിന്നെ ഉറുമ്പിനും സന്തോഷമായി അല്ലേ? പിന്നെ ആർക്ക്? ഷൈനിക്കും സന്തോഷമായി അല്ലേ? എല്ലാവരും കൂടെ കഴിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമാവുക അല്ലേ? അപ്പം നമ്മളിതിലൊരു പുതിയ അക്ഷരം പഠിച്ചു. ഏതാണ്? മധുരമുള്ള, അധികം. ഇതിൽ രണ്ടിലും വരുന്നൊരക്ഷരമുണ്ട്. ഏതാണത്? ഇതാണ് ആ പുതിയ അക്ഷരം, ധ അല്ലേ? ഇപ്പം ധ വരുന്ന വാക്കുകൾ, ധാരാളം വാക്കുകൾ നമുക്കറിയാം അല്ലേ? ധാരാളം ധ വരുന്നുണ്ട് അല്ലേ? അപ്പം ഏതൊക്കെയാണ്? ഒരു 5 എണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ധ, ധനം, മധുരം, അധികം, ധനികൻ, മധു അല്ലേ? ഇനിയുണ്ട് ഇഷ്ടം പോലെ. കൂടാതെ കൂട്ടുകാർ എന്ത് ചെയ്യണം? ദാ വരുന്ന ധാരാളം വാക്കുകൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതി ചേർക്കണം കേട്ടോ. അങ്ങനെ പാലപ്പം കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഉറുമ്പിനും കാക്കയ്ക്കും ഷൈനിക്കും ഒക്കെ സന്തോഷമായി. അങ്ങനെ എന്ത് ചെയ്തു? പാലപ്പം കിട്ടിയപ്പോൾ കാക്ക പാലപ്പവുമായി പറന്നു പൊങ്ങി. അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, കാക്ക വിമാനം. എന്താ പറഞ്ഞത്? കാക്ക വിമാനം. വിമാനം പോലെ കാക്ക പറന്നൂന്ന്. നിനക്ക് വേണോ വിമാനം? കാക്ക ചോദിച്ചു. അത് കണ്ടപ്പോൾ കാക്ക ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നിനക്ക് വേണോ വിമാനം? ഉറുമ്പ് എന്ത് പറഞ്ഞു കാണും? വേണമെന്ന് പറഞ്ഞു കാണും അല്ലേ? കാക്ക പോയി ഒരു ക്യാരറ്റ് കൊത്തിക്കൊണ്ട് വന്നു. എന്നിട്ട് ഉറുമ്പിന് കൊടുത്തു. അപ്പോൾ ഉറുമ്പ് ചോദിച്ചു, ഇതാണോ വിമാനം? കാക്ക മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ടോ പറയാതെ വീണ്ടും പറന്നുപോയി. ഷൈനി പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാമെന്ന്. അപ്പോൾ വിമാനത്തിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ടാവും? എന്തൊക്കെ ഭാഗങ്ങളുണ്ട് വിമാനത്തിന്? ചിറകുണ്ട്, ടയറുണ്ട്, ഗ്ലാസ് ഉണ്ട്, പിന്നെ വാലുണ്ട്. അങ്ങനെ വിമാനത്തിൽ ധാരാളം ഉണ്ട് അല്ലേ? ഒരു ക്യാരറ്റ് കഷ്ണം മാത്രം മതിയോ വിമാനം ഉണ്ടാക്കാൻ? നമുക്ക് ക്യാരറ്റ് കൊണ്ട് വിമാനം ഉണ്ടാക്കാം. കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങളും ഈർക്കിലും കുൽഫി സ്റ്റിക്കും ഒക്കെ ഉപയോഗിച്ച് നമുക്കുണ്ടാക്കാം. ക്യാരറ്റമ്മ കുൽഫി സ്റ്റിക്ക് കുത്തി വെക്കാം അല്ലേ? നമുക്ക് ഐസിൻ്റെയൊക്കെ കോല് സൈഡിൽ കുത്തി വെച്ച് വാലുണ്ടാക്കി നമുക്ക് എന്തുണ്ടാക്കാം? വിമാനം വേറെ രീതിയിലും ഉണ്ടാക്കാം അല്ലേ? ആർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയും? ഒരു ക്യാരറ്റ് എടുത്ത് അതിൻ്റെ സൈഡിലും ബേക്കിലും ഒക്കെ
സ്റ്റിക്ക് കുത്തി വെച്ചൊരു വിമാനം ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്നാണ് തന്നെ ആരോ നീട്ടി വിളിക്കുന്നത് ഷൈനി കേട്ടത്. എങ്ങനെയാ വിളിച്ചത്? ഷൈനി ഷൈനീന്ന്. ആരാ വിളിച്ചതെന്നറിയോ? കോഴിയായിരുന്നു. കോഴിയുടെ വിളി കേട്ട് ഷൈനി എന്ത് ചോദിച്ചു? എന്ത് ചോദിച്ചു കാണും? ഷൈനി ഷൈനീന്ന് വിളിക്കുമ്പോൾ എന്ത് ചോദിച്ചു കാണും? എന്താ കാര്യം? എന്താ കാര്യം അല്ലേ? ഷൈനിനെ വിളിച്ചപ്പോൾ ഷൈനി എന്താ കാര്യം എന്ന്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ വാക്ക് എന്താ ഇതിലെ? എന്താന്ന്. രണ്ടാമത്തോ? കാര്യം അല്ലേ? അപ്പം കാ കഴിഞ്ഞിട്ടുള്ള അക്ഷരം എന്താ? രാക്ക് യാൻ്റെ ചിഹ്നിട്ടിട്ട് കാര്യന്നിട്ട് അല്ലേ? കാര്യം. അവസാനം വളഞ്ഞിട്ട ചിഹ്നം കണ്ടോ? അതാണ് കാര്യ. പിന്നെ അമ്മൻ്റെ ചിഹ്നിട്ടപ്പോൾ കാര്യം എന്നായിപ്പോയില്ലേ? അപ്പോൾ കോഴി എന്തോ പറഞ്ഞു. കോഴി എങ്ങനെയാ പറഞ്ഞതെന്ന് വായിക്കാമോ? കോഴി എങ്ങനെയാ പറഞ്ഞേ? ഞാൻ എഴുതും, നിങ്ങൾ വായിക്കണം. ദേ നോക്കൂ, ഇതാണ് കോഴി പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് വായിച്ചു നോക്കൂ. എന്താണെന്ന് വായിക്കേ. ആദ്യത്തെ ചിഹ്നം എന്താ? കാക്കേ. ഖോ. പിന്നെയോ ഖ അല്ലേ? പിന്നെ ഖോ. അപ്പം എങ്ങനെ കൂട്ടി വായിക്കും? കൊക്കോ. അവസാനം കോ. അപ്പോൾ കോഴി എന്താ പറഞ്ഞേ? കോന്ന് അല്ലേ? എന്നിട്ടോ പാലപ്പം കണ്ട കോഴി എന്ത് ചോദിച്ചിരിക്കും? കൊക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചോദിച്ചു കാണും? എനിക്കില്ലേന്ന്. എങ്ങനെയാ എനിക്കില്ലേന്ന് എഴുതുക? ദാ ഇങ്ങനെ എഴുതുക, എനിക്കില്ലേന്ന്. അപ്പം ഷൈനി എന്ത് പറഞ്ഞു കാണും? ഷൈനി എന്ത് മറുപടി അറിഞ്ഞു? ഇല്ലാന്ന് അല്ലേ? അത് കേട്ടപ്പോൾ കോഴിക്ക് വിഷമമായി. അപ്പോൾ കോഴി പറഞ്ഞത് എന്താവും? എന്ത് പറഞ്ഞു കാണും? ഒരു ചെറിയ കഷണം മതി. പിന്നെ മധുരവും തരണേന്ന്. ചെറിയ കഷ്ണം മതി, എനിക്ക് മധുരവും തരണേന്ന്. ഇത് കേട്ടപ്പോൾ ഷൈനി എന്ത് ചെയ്തു? ഷൈനി പാലപ്പ കഷ്ണം കോഴിയുടെ നേരെ നീട്ടി. എന്നിട്ട് എന്ത് പറഞ്ഞു കാണും? നാ പിടിച്ചോന്നല്ലേ? അങ്ങനെ കാക്കയ്ക്കും കോഴിക്കും പാലപ്പം കിട്ടിയപ്പോൾ അവർക്ക് എന്ത് തോന്നിക്കാണും? സന്തോഷമായി കാണൂല്ലേ? അതെങ്ങനെ എഴുതും? കാക്കയ്ക്കും സന്തോഷമായി, കോഴിയും സന്തോഷിച്ചു. എങ്ങനെ എഴുതും? അപ്പം എങ്ങനെ എഴുതുക? കാക്കയ്ക്കു സന്തോഷമായി, കാക്കയ്ക്ക് സന്തോഷമായി. ഇനിയോ കോഴിയും സന്തോഷിച്ചു. അതെങ്ങനെ എഴുതും? രണ്ടാമത്തെ വരിയില്ലേ? കോഴിയും സന്തോഷിച്ചു. തനിയെ എഴുതാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് ബാക്കി ഭാഗം
പാലപ്പത്തിൻ്റെ ബാക്കി ഭാഗത്തിന് എന്ത് സംഭവിച്ചു? പിന്നെ ആരൊക്കെ ചോദിച്ചോ? ഇനി ആർക്കൊക്കെ കൊടുത്തു കാണും? ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, അതുപോലെ ബാക്കി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ.